ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുന്ന് ഈ ഒരു വസ്തു നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ജീവിതം അടിമുടി മാറുമെന്നുള്ളതാണ്. അപ്പം കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് വസ്തുവാണ് അവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് എങ്ങനെയുള്ള ക്ഷേത്രത്തിലാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഞാൻ അത് ആവശ്യമുള്ളവരിലേക്ക് മതി. ഇതൊക്കെ നല്ല കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മതി. എല്ലാവരും നല്ല കാര്യങ്ങൾ അറിയട്ടെ. ആവശ്യമുള്ളവർക്ക് നല്ല കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്ത് വേണമെങ്കിലും ആകാം. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും നല്ല കാര്യങ്ങളും വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് ഒരു മഹാപുണ്യം തന്നെയാണ്. നിങ്ങൾ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ എല്ലാം ജീവിതം മാറും. അതുപോലെയുള്ളൊരു കാര്യമാണ് പറഞ്ഞുതരുന്നത്. ഇത് ഞാനീ പറഞ്ഞു തരുന്ന പോലെ ആരും പറഞ്ഞു തരത്തില്ല. കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതുപോലുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. വേറെ ഒരിടത്തും ഇനി ഇത് കഴിഞ്ഞ വല്ലവരും പറയാമെന്ന് അറിയത്തില്ല. ഇല്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ആരും പറഞ്ഞു തരത്തില്ല. ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തുമില്ല. ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ എത്രമാത്രം പറയുന്നതിനോട് ഞാൻ സത്യസന്ധമായ നീതി പുലർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോൾ, കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിൻ്റെയോ ഏത് ക്ഷേത്രമാണേലും കുഴപ്പമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒന്നുകിൽ കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു ക്ഷേത്രത്തിൽ. ഇത് രണ്ടുമായാലും ഒരുപോലെയാണ്. അപ്പം കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്താൽ ജീവിതം എന്നേക്കുമായി അടിമുടി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ കുചേലനെ എങ്ങനെ സമ്പന്നനാക്കിയോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. അപ്പം കൃഷ്ണക്ഷേത്രത്തിലെ എങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോകണം, എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് കൊണ്ടുവരേണ്ടത് എല്ലാം വിശദമായിട്ട് കേൾക്കുക. അപ്പം ആദ്യം പറഞ്ഞുതരാം എങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോകണം. നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. അവിടെ പോയി നിങ്ങൾ തലേദിവസം വീട്ടിൽ തലേദിവസം വൈകുന്നപാട് തൊട്ട് ഭഗവാനെ തലേദിവസം ഉറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളിപ്പോൾ നാളെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തെ മനസ്സുകൊണ്ട് കണ്ട് ഭഗവാനെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. ഇപ്പം ഗുരുവായൂരാ പോകുന്നെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് മനസ്സുകൊണ്ട് തലേദിവസം രാത്രിയെ നന്നായിട്ട് ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഒന്നും ആവശ്യപ്പെടണ്ട. ഇനി അമ്പലപ്പുഴയാണ് പോകുന്നെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ എന്ന് മനസ്സിൽ പറഞ്ഞ് ഭഗവാനെ ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഒന്നും ആവശ്യപ്പെടണ്ട. ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ പോകുന്ന ഏത് ക്ഷേത്രമെന്ന് വെച്ചാൽ ആ ക്ഷേത്രപ്പേര് വിളിച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വാസുദേവ സർവ്വതും അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിടക്കുക. പുലർച്ചെ എഴുന്നേൽക്കുക. പുലർച്ചെ എഴുന്നേറ്റ് ഭഗവാനെ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. വാസുദേവ, ആ ക്ഷേത്രപ്പേര് വിളിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വേണം വാസുദേവ അങ്ങേ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇപ്പൊ ഗുരുവായൂരാണെങ്കിൽ ഗുരുവായൂരപ്പ ഭഗവാനെ വാസുദേവ ഞാൻ അങ്ങയിലെല്ലാം സമർപ്പിക്കുന്നു. ഇങ്ങനെ ഏത് ക്ഷേത്രമാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ആ ക്ഷേത്രപ്പേര് പറഞ്ഞിട്ട് ഭഗവാനെ വാസുദേവ ഞാൻ അങ്ങനെ എല്ലാം സമർപ്പിക്കുന്നതെന്ന് മനസ്സുകൊണ്ട് പറയുക. ഒന്നും ആവശ്യപ്പെടണ്ട. എനിക്ക് ലോൺ അടയ്ക്കാൻ പൈസയില്ല, എനിക്ക് വീട് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് ജോലി വേണം, ഒന്നും പറയണ്ട. ആവശ്യങ്ങളൊന്നും പറയണ്ട. ഇത്രയും പറയുക. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു. ക്ഷേത്രത്തിൽ പോകുമ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് ഭഗവാനെ തൊഴുതിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങി. അവിടെ കടകൾ കാണും. കടകളിൽ നിന്ന് ഫോട്ടോയും കൃഷ്ണന്റെ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്
വേറൊരു രീതിയാണ്. നിങ്ങൾ ആദ്യം ആ ക്ഷേത്രത്തിനോട് അടുത്തുള്ള കടകളിൽ ഏതെങ്കിലും കയറി ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ പ്രതിമ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ചെറിയ ഫോട്ടോകളോ ഏതെങ്കിലും വാങ്ങുക. ചെറുത് മതി. ഒന്നുകിൽ ഭഗവാൻ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെയോ ഏതെങ്കിലും ചെറിയ പ്രതിമകളോ ചെറിയ ഫോട്ടോകളോ വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ കയറുക. ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഈ ഫോട്ടോയോ അല്ലെങ്കിൽ കൊച്ചു പ്രതിമയോ കയ്യിലിരിക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ടിരിക്കണം. ഭഗവാനെ, ആദ്യം ആ ക്ഷേത്രത്തിൽ ഇപ്പം അമ്പലപ്പുഴയാണ്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ എന്ന് വിളിച്ചിട്ട് വാസുദേവ ഞാൻ അങ്ങയിലെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് മനസ്സുകൊണ്ട് സമർപ്പിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഈ ചെറിയ ഈ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയോ അല്ലെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ ഏതെങ്കിലും ഒന്ന് ചെറിയ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ അത് കൈ പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിച്ച ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, ഇഷ്ടമുള്ള വഴിപാടൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പേഴ്സിലോ വല്ല ഈ ഫോട്ടോയോ ഈ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയോ ഒക്കെ ഇട്ടുകൊണ്ട് വേണം ചെയ്യാം. അങ്ങനെ നമ്മൾ വഴിപാട് ചെയ്യുന്നു. എന്നിട്ട് ഇനിയാണ് ഏറ്റവും പ്രധാനമായ കാര്യം, ശ്രീകോവിലിൻ്റെ നേരെ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഈ നേരെ ചിലപ്പോൾ ഇരിക്കാൻ പല ക്ഷേത്രങ്ങളിൽ സൗകര്യമുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങളുടെ ആ ഫോട്ടോ ആയിക്കോട്ടെ പ്രതിമ ആയിക്കോട്ടെ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാനെ, ഇപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ, അല്ലെ ഗുരുവായൂരൊക്കെ ഭയങ്കര തിരക്കാണ്, അത് ആ ശ്രീകോവിലിന് നേരെയല്ല വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ചെയ്താലും മതി. ഭഗവാനെ, ആ ഭഗവാന്റെ ആ ക്ഷേത്രപ്പേര് ചേർത്ത് വിളിക്കുക. ഇപ്പം അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ, ഗുരുവായൂരാണെങ്കിൽ ഗുരുവായൂരപ്പന്, പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിൽ പത്മനാഭസ്വാമി, ആറന്മുളയാണ് ആറന്മുളപ്പ. ഇങ്ങനെ ഏത് ക്ഷേത്രമാണെങ്കിലും ഞാൻ ഉദാഹരണം പറഞ്ഞതല്ല, പേര് വിളിച്ചിട്ട് വാസുദേവ ഞാൻ സർവ്വതും അങ്ങയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ സർവ്വതും സമർപ്പിക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കണം. അങ്ങനെ ഈ ഫോട്ടോയോ ഈ ചെറിയ പ്രതിമ കൈ പിടിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. ഇതെല്ലാം മനസ്സുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വെളിയിലിറങ്ങി ഇരുന്ന് മണ്ഡപത്തിൽ ഇരുന്നോ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതിനുശേഷം കിഴക്കോട്ട് നോക്കിയിരുന്ന് സൂര്യനെ നോക്കിയും സൂര്യനാരായണ അനുഗ്രഹിക്കണേ, സഹായിക്കണേ, കോടി കോടി പ്രണാമം, എൻ്റെ ജീവിതത്തിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ, ഭഗവത് കൃപ ഉണ്ടാകണേ സൂര്യനാരായണ എന്ന് സൂര്യനെ കൂടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പോരുക. ക്ഷേത്രത്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ നേരെ വീട്ടിൽ വരണം. മറ്റുള്ള ബന്ധുക്ക വീട്ടിലോ അവിടെ ഇവിടെ ഒന്നും കയറിയിരിക്കരുത്. നേരെ വീട്ടിൽ വന്ന ആ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയോ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടേ അവിടെ ഇവിടെയും കറങ്ങാൻ പോകാവുള്ളൂ, മറ്റു വീടുകളിലൊക്കെ പോകാവുള്ളൂ. എന്നിട്ട് ആ വീട്ടിൽ കൊണ്ടിപ്പോൾ ആ ഫോട്ടോയോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയോ ഒക്കെ വെച്ചൊന്ന് വിചാരിക്കുക. അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ദിവസവും കർപ്പൂരം കത്തിക്കുക. ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ അല്ലെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചിട്ട് വാസുദേവ സർവ്വതും അങ്ങയിൽ സമർപ്പിക്കുന്നു എന്നുകൂടെ പറയുക, മനസ്സിൽ പറയുന്നത്. ഇത് രാവിലെ വൈകിട്ടും ചെയ്യുക. ഇനിയും നിങ്ങളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന അതിന് തലേന്ന് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരിക്കലെടുക്കുന്ന നല്ലതാണ്. ഒരിക്കലെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, രാവിലെ അരി ചേരാത്ത ആഹാരം, അതായത് ചപ്പാത്തി കഴിക്കാം, വെള്ളം കുടിക്കാം, അല്ലെ ഫ്രൂട്ട്സ് കഴിക്കാം, വെള്ളം കുടിക്കാം. വൈകിട്ടും അരി ചേരാത്ത ആഹാരം ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് മാത്രം ചോറുണ്ണാം അല്പം, പിന്നെ വെള്ളം കുടിക്കാം. ഇങ്ങനെ തലേദിവസം ഒരിക്കലെടുക്കുകയാണ് നല്ലതാണ്, ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തലേദിവസം. അതുപോലെ തന്നെ ഉച്ചയുറക്കം പാടില്ല. പിന്നെ ആരെയും കുറ്റം പറയരുത്, പൊങ്ങച്ചം പറയരുത്, അഹങ്കാരം പറയരുതെന്ന് മാത്രമല്ല ചിന്തിക്കുകയും ചെയ്യരുത്. പിന്നെ ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക, പറ്റുവാണെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. പിന്നെ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ഒരിക്കലെടുത്താൽ മതി. ഇപ്പം എല്ലാവർക്കും ഷുഗറും അസുഖങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മരുന്ന് കഴിക്കുന്നവരൊന്നും വ്രതം എടുക്കണ്ട, ഒരിക്കലെടുക്കണ്ട. മനസ്സുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇനി വയ്യാത്തവരാണെങ്കിൽ തലേദിവസം ഉച്ചയ്ക്ക് ചേർ മയങ്ങുന്ന പ്രായമുള്ളവരൊക്കെയാണ് ചേർ മയങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അതെല്ലാം ഈശ്വരന് അറിയാം. അതാണ് കേട്ടോ, നമുക്ക് എല്ലാം ഈശ്വരന് അറിയാം. നിങ്ങൾ സത്യസന്ധമായി ചെയ്യണമെന്നുള്ളേ ഉള്ളൂ, ഭഗവാനെ മനസ്സുകൊണ്ട് സമർപ്പിക്കണം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇനി വ്രതം എടുക്കാൻ പറ്റുന്നവർ ഒരിക്കലെടുക്കുക. ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്തൊരു വ്രതമൊന്നും എടുക്കണ്ട, ഭഗവാനെ മനസ്സുകൊണ്ട് സമർപ്പിച്ചാൽ മതി. പിന്നെ ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് തലേദിവസം തൊട്ട് കടകളിൽ നിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കടകളിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യമാണ് ചിലപ്പം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ കഴിവതും കടകളിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നല്ല ദാഹമുണ്ട് അല്ലെങ്കിൽ നല്ല വിശപ്പുണ്ട്, നമ്മൾ ഏതെങ്കിലും കടയിൽ കയറി ഏതെങ്കിലും ആഹാരം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നല്ല ഭക്ഷണമായിരിക്കണം എന്ന് മാത്രം. മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കണം, സാത്വിക ഭക്ഷണമായിരിക്കണം, കഴിക്കുന്നത് തെറ്റില്ല. പിന്നെ കഴിവതും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. അങ്ങനെ ക്ഷേത്രത്തിൽ പോകണം, അങ്ങനെ പോയി വേണം ഈ കാര്യം ചെയ്യാൻ. പിന്നെ ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി
മറ്റു ചില കാര്യങ്ങളും അറിയുന്നത് നല്ലതാണ്. നമ്മളിപ്പം എല്ലാവർക്കും കഴിവുള്ള മനുഷ്യരൊന്നും ആയിരിക്കത്തില്ല. ചിലർക്ക് ചില കഴിവ് കൂടുതൽ കാണും, ചിലർക്ക് ഇച്ചിരി ബുദ്ധി കൂടുതൽ കാണും, ചിലർക്ക് ഇച്ചിരി ബുദ്ധി കുറവായിരിക്കും, അല്ലെ ചില കഴിവുകൾ കൂടുതലായിരിക്കും. ആരും കളിയാക്കാൻ പോകരുത്, മനസ്സുകൊണ്ട് പോലും കളിയാക്കരുത്. മനസ്സിലായില്ലേ? നമുക്ക് കാരണം ദൈവികമായ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിലൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആരെയും കളിയാക്കാൻ പോകരുത്. പിന്നെ നമുക്ക് മാതാപിതാക്കളോടും എല്ലാം ഒരു ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ വേണം. അങ്ങനെ ഉള്ളവർക്ക് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഭഗവാൻ കൃഷ്ണനെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. വില്ലുമംഗലം, കുരൂരമ്മ, പൂന്താനം, ഇവരെ ആരെങ്കിലുമൊക്കെ മനസ്സിലൊന്ന് സ്മരിക്കുന്നത് നല്ലതാണ് എപ്പോഴും. കാരണം അവരൊക്കെ ഭഗവാന്റെ നിസ്വാർത്ഥമായ ഭക്തരായിരുന്നു. സ്വാർത്ഥതയില്ലാതെ ഭഗവാനെ വിളിച്ച പുണ്യാത്മാക്കളാണ്. അവരെ ആരെങ്കിലും മനസ്സിലൊന്ന് സ്മരിക്കുന്നത് നല്ലതാണ്. എന്നിട്ടൊരു പ്രണാമം പറയുന്നത് നല്ലതാണ്. അല്ലെ അവരെ ഒന്ന് നമ്മൾ പ്രണമിക്കുന്നതല്ല, മനസ്സുകൊണ്ട് പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹം കിട്ടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഇതൊക്കെ ഭഗവത് പ്രീതികരങ്ങളായ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഇത് മാസത്തിൽ ഒന്ന് പോവുക, എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും മേടിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രാവശ്യം പോയി മേടിച്ചുകൊണ്ട് വന്നാലും മതി. എല്ലാ പ്രാവശ്യം പോയി മേടിച്ചുകൊണ്ട് വരണമെന്നില്ല. പിന്നെ മാസത്തിൽ ഒന്നെങ്കിലും ഇതുപോലെ ദൂരെയുള്ള ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കണം. പിന്നെ അല്ലാത്തപ്പോൾ ആഴ്ചകളിൽ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഭഗവാൻ വ്യാഴാഴ്ച നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക. അതായത് പാൽപായസമോ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, അല്പം എണ്ണയുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. വ്യാഴാഴ്ചകൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പറ്റുന്നവർ രാവിലെ ഒരു 5:30 5:45 ഇടയ്ക്ക് എഴുന്നേൽക്കുക. പറ്റുന്നവർ ചെയ്യുക. എഴുന്നേറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ബലമുണ്ടാവും. ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണ് ഭഗവാനെ വിളിക്കുക. എന്നിട്ട് വാസുദേവ എല്ലാം അങ്ങേൽ സമർപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നും ആവശ്യപ്പെടേണ്ട, ഭഗവാന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായി വരും. ഇങ്ങനെ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആ ദേവനെ വിളിച്ചു വേണമെങ്കിലും പ്രാർത്ഥിക്കാം. കൃഷ്ണ ഭഗവാനെ അല്ലെ വിഷ്ണുവിനെ നിങ്ങൾ പോകുന്ന ആ ഭാഗത്ത് നിങ്ങൾ ആ പോകുന്ന ക്ഷേത്രത്തിലെ ആ പേര് ചേർത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴേ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭഗവാനെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഭഗവാനോടുള്ള ഭക്തി എപ്പോഴും നിറഞ്ഞു നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ മനസ്സിലൊരു ഭഗവാനോട് നന്ദി പറയണം. ഭഗവാനെ, എനിക്കിപ്പം കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി. പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ വിജയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഭഗവാനോട് നന്ദി പറയുക. അതും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ഭഗവത് പ്രീതികരങ്ങളായ കാര്യങ്ങളാണ്. ഇനി രാവിലെ വീട്ടമ്മമാർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അടുക്കളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ അരിയിടുക. അതുപോലെ പാചകത്തിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പും ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക. പ്രവർത്തികൾ നമ്മുടെ ജോലി ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഭഗവത് കൃപ നിങ്ങളിലേക്ക് കടന്നു വരാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിക്കുക, എന്നിട്ട് ആഹാരം കഴിക്കുക. ഇതൊക്കെ അതുപോലെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അന്നപാനാദികൾക്കൊപ്പം ആ ഈശ്വര ചിന്തയും കൂടെ വരുമ്പം ആഹാരവും ഭക്ഷണവും അല്ലെ വെള്ളവും എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഊർജം ലയിച്ചു ചേരുന്നു, അതുപോലെ ആ ചിന്തയും നമ്മുടെ ശരീരത്തിന്റെ ആ സൂക്ഷ്മതലത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതാണ് അന്നപാനാദികൾക്കൊപ്പം നമ്മൾ ഭഗവത് ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചിന്ത നമ്മുടെ ആ ആഹാരവും വെള്ളവും എങ്ങനെ ശരീരത്തിലേക്ക് അതിൻ്റെ ഊർജം ലയിച്ച് ചേരുന്നു, അതുപോലെ ആ ചിന്തയും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പം ഇത് നിങ്ങളെല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.